പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നൽകി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അനന്തു കൃഷ്ണനായി മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും എന്നറിയുന്നു. കേസിൽ അനന്തു കൃഷ്ണന് കൂടുതൽ പേരുടെ സഹായം ലഭിച്ചതും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വിശദീകരിക്കാൻ ബിജെപി നേതാവ് എൻ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പോലീസ് ശേഖരിച്ച നിർണായക തെളിവുകളും ഇന്ന് കസ്റ്റഡി അപേക്ഷയോടൊപ്പം കോടതിയിൽ സമർപ്പിക്കും. പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന വാദവും സർക്കാർ കോടതിയിൽ ഉന്നയിക്കും. വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ അനന്തുകൃഷ്ണൻ നിരവധി അക്കൗണ്ടുകൾ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നാണ് പോലീസ് വിലയിരുത്തൽ. അനന്തുകൃഷ്ണൻ പണം കൈകാര്യം ചെയ്ത കൂടുതൽ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളും പോലീസ് അന്വേഷണത്തിലാണ്. കേരളത്തിൽ നിന്ന് 1000 കോടി രൂപയിലധികം സ്വന്തമാക്കിയെന്നാണ് പോലീസ് നിഗമനം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഉൾപ്പെടെ തട്ടിപ്പ് പണത്തിന്റെ വിഹിതം എത്തിയെന്ന സംശയവും പോലീസിനുണ്ട്. അനന്തുകൃഷ്ണനുമായി അടുത്ത ബന്ധം പുലർത്തിയ രാഷ്ട്രീയ നേതാക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നുണ്ട്. അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്താൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളെല്ലാം ഈ സംഘത്തിന് കൈമാറും. അതേസമയം തട്ടിപ്പ് കേസിൽ തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ബിജെപി നേതാവ് എൻ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇടതു വലതു മുന്നണികളിലെ നേതാക്കളെ തട്ടിപ്പിന്റെ മറയായി അനന്തുകൃഷ്ണൻ മനഃപൂർവ്വം ഉപയോഗിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 കൊച്ചി.